ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് എല്ലാത്തിനും താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ എത്ര മെറ്റീരിയൽ വന്നിട്ടുണ്ട് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏജിനനുസരിച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഒരു ബേബി ഫുൾ ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. 20 സൈസാണ് കേട്ടോ. നമ്മൾ ഫുൾ ലെങ്ത്ത് 20 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായത്. ഇതൊരു 16 to 18 ആ ഒരു സൈസിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്രോക്കാണ്. അപ്പോൾ നമ്മൾ ഇതിന് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 13 മീറ്ററോളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബീഡ്സ് വർക്ക് കൊടുത്ത് നമ്മൾ പഞ്ചിങ് വെച്ചിട്ട് ബീഡ്സ് വർക്ക് ചെയ്തതാണ് കേട്ടോ. ഹാൻഡ് വർക്ക് പോലെ തന്നെ ബെൽറ്റും അതുപോലെ ചെസ്റ്റ് പോർഷനിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഹെഡ് ബാൻഡിലും ഷൂലും ചെയ്തിട്ടുണ്ട്. ഇത് പ്ലെയിൻ നെറ്റ് 13 മീറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് 1 മീറ്റർ, അത്രയും കോട്ടനും ക്രൈപ്പും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 2200 അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് മാത്രമായിട്ട് വരുന്നത് ഒരു 1000 രൂപ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് വന്നിട്ടുള്ളത് ഒരു ഹാഷ് ഫ്രോക്കാണ്. ഇതൊരു 1 ഇയർ ബേബി ഫ്രോക്ക് തന്നെയാണ്. 18 സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്രീൻ ടച്ച് വരുന്നൊരു ഹാഷാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറും അതുപോലെ ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഫ്ലവറുമാണ് ഈ ഒരു ഫ്രോക്കിനെ ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പഞ്ചിങ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറിലും. അതുപോലെ താഴെ വരുന്ന എംബ്രോയ്ഡറി ലേസാണ് നമ്മൾ ഈ താഴെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫ്ലവർ കേട്ടോ. അതുപോലെ ഇതിൽ സ്റ്റാപ്പ് കൊടുത്തിട്ട് അതിൽ നമ്മൾ പഞ്ചിങ് ബീഡ്സ് കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു 18 സൈസ് ഫ്രോക്കാണ്. നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 4.5 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ലെയർ നമ്മൾ ഈ ഒരു ഫ്രോക്കിന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് കഴിഞ്ഞിട്ട് 3 ലെയറോളം പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മൾ 5 മീറ്ററാണ്. താഴെ നമ്മൾ 2, 3, 4, 3 അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് കറക്റ്റ് ഭംഗി കൊടുക്കുന്ന ഈ ഒരു ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവർ ചെയ്തത് നമ്മൾ ഒരു 6 ഇഞ്ച് മെറ്റീരിയൽ സെൻറ്റർ മടക്കിയിട്ട് നമ്മളതിൻ്റെ എൻഡിങ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോട്ടലി നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ 5 മീറ്റർ ഏകദേശം മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ കോട്ടൺ ലൈനിങ് 1 മീറ്ററും ക്രൈപ്പ് ലൈനിങ് 1 മീറ്ററും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600-700 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബീഡ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം പിടിക്കും. അതുകൊണ്ട് തന്നെ കേട്ടോ. ബാക്കിൽ നല്ലൊരു ബോ കൊടുത്തിട്ടുണ്ട്. ആ ബോയിലും നമ്മൾ കുഞ്ഞ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചിങ് ആയിട്ട് കൊടുക്കുന്ന ബീഡ്സ് അതുപോലെ ഹെഡ് ബാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ 2 ഇയർ ചെയ്യുകയാണെങ്കിൽ ഒരു 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൂട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ തേർഡ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത ഫ്രോക്ക് തന്നെയാണ്. പക്ഷേ ഇതൊരു 4 വയസ്സ് ബേബിക്ക് 26 സൈസിലാണ് കേട്ടോ. കുറച്ച് വലിയ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. 4 ഇയർ ആണെങ്കിലും കുറച്ച് വലിയ സൈസാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 26 സൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ ഗ്ലിറ്റർ നെറ്റ് മാത്രം നമുക്ക് 4 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതുപോലെ പ്ലെയിൻ നെറ്റ് 2 മീറ്ററിനെ നമുക്ക് ഡബിളാക്കി കൊടുത്തിട്ട് അങ്ങനെ 4 മീറ്റർ അതും കൊടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്ങും ക്രൈപ്പ് ലൈനിങ്ങും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ നമ്മൾ 600-650 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുക. അതുപോലെ തന്നെ ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 1700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ നമ്മൾ നല്ല ഹെവി ആയിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യോക്ക് പാർട്ടിൽ അപ്പോൾ അതാണ് ആ ഒരു ഫ്രില്ലും ആ ഒരു ബീഡ്സും സ്റ്റോണും കൂടെ വരുന്ന ഹാൻഡ് വർക്ക് വരുന്ന ലേസാണ് നമ്മൾ വേസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത്.
ഇത് ഗ്ലിറ്ററിങ് വരുന്ന നമ്മൾ സാധാ ചെയ്യണ ഫ്രോക്കാണല്ലോ ആ ഗ്ലിറ്ററിങ് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്ററിങ് പോകുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ. ഫസ്റ്റ് ഒരു കഴുകലിന് ഒന്ന് പോയാൽ പിന്നെ പെട്ടെന്നൊന്നും പോകുന്നില്ല. അപ്പോൾ കൊണ്ടുപോയവർ ചിലർ പറഞ്ഞ് നല്ല പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകും ഒന്നുമില്ല എന്നാണ് അധികം പേരും പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. അപ്പോൾ ഇത് മുമ്പ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോഡി പാർട്ടിന്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്തൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഈ ഒരു സ്കേർട്ട് ചെയ്തിക്കണമെന്ന് പറഞ്ഞാൽ ലൈനിങ് ഒന്നും കൊടുക്കാതെ കേട്ടോ, ക്രേപ്പ് ലൈനിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു ലെയർ നെറ്റും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു 900 ആ ഒരു റേഞ്ചിൽ കൊടുത്ത സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഇതൊരു 2 ഇയർ ബേബി സൈസാണ് കേട്ടോ. അപ്പോൾ 13 ഇഞ്ച് സ്കേർട്ട് ലെങ്ത്തും വരുന്നുണ്ട്, 10.5 ഇഞ്ച് ടോപ്പ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മീറ്റർ മെറ്റീരിയൽ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റ് 1 മീറ്ററോളം ക്രേപ്പ് ലൈനിങ്ങും മാത്രം. അതുപോലെ ബോഡി പാർട്ടിന് നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടില്ല, ക്രേപ്പ് ലൈനിങ് മാത്രമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ നമ്മൾ ഒരു വെറൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മോഡൽസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും എല്ലാം വരുന്നത് വരെ എല്ലാവരോടും ബൈ.